അപ്പോ പറഞ്ഞു വന്നത്, നല്ല നല്ല ജോലിക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ മണ്ടത്തരമാണെന്ന്. അതായത് ഞാനൊരു മണ്ടനാണെന്ന്. ആയിക്കോട്ടെ, അവൻ എന്റെ മോനാണല്ലോ. എന്റെ മോന് ഞാൻ ആശിച്ച ജോലി കിട്ടണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വണത്തെ പോലെ തലയ്ക്ക് പിടിച്ച് എവിടെയെങ്കിലും കിടന്നു കളഞ്ഞേക്കരുത്. പിന്നെ നിന്റെ അച്ഛനുള്ള കാലത്ത് എനിക്ക് പട്ടച്ചാരയം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നീ ഒഴിക്കങ്ങട്. ഇച്ചിരി കൂടെ ഒഴിക്കണം. മതി 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 മതി. ഒരു തുടം കൂടി നടാ. ഇത്രയൊക്കെ മതി. നീ ഒഴിക്കണത്തിരി. നീ എന്തിനു പേടിക്കണേ? ഒഴിക്കിച്ചിരി കൂടി. മതി മതി, അത് മതി. ഓ, മൂത്ത കോഴിയാ. ഇനി മറ്റൊരു കാര്യം, ഈ സേതുവിന്റെയും ദേവിയുടെയും കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണത്? അങ്ങോട്ട് നടത്തിക്കൂടെ? നടത്തിക്കൂടെ അല്ലേ? പറ്റില്ല. അതെന്താ അച്ചു ഇപ്പൊ വാക്ക് മാറ്റണത്? വാക്ക് മാറ്റണമെങ്കിലേ അച്ഛനാടെ കഴുത്തങ്ങ് പോണം. സേതുവിന് സെലക്ഷൻ കിട്ടിയ ആ നിമിഷം നടത്താം. അതിനു മുമ്പ് എന്തിനാണോ അവറ്റങ്ങളുടെ ശാപം മേടിക്കണേ? ദേവിക്ക് ജോലിയില്ലേ? അതുങ്ങൾക്ക് രണ്ടുപേരും കൊണ്ട് ജീവിക്കാൻ അത് ധാരാളം മതി. അതെന്റെ കുടുംബത്തിൽ പറ്റില്ല. അച്ചി വേലയെടുത്ത് കൊണ്ടിരുന്ന കാശ് കൊണ്ട് നക്കാൻ. പിന്നെ അവനിവിടെ വരികയും പോവുകയും കൊണ്ട് നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? അല്ല, അതിപ്പോ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനാണല്ലേ. ഇയാൾക്ക് കള്ളു കുടിച്ചാ പിന്നെ നാക്കിനൊരു നിയന്ത്രണമില്ല. എന്നാലേ അവൻ എന്റെ മോനാ. അവൻ ഒരു ചറ്റത്തരവും കാണിക്കില്ല. അറിയാവോ? കയ്യിലിരിപ്പ് എനിക്കല്ലേ അറിയൂ. പറയട്ടെ അച്ഛനോട്. അച്ചുവേ കൃഷ്ണ, ഓടി വാടാ. നിക്കടവിടെ, നിക്കടവിടെ. എന്താ എന്താ? ദേ ഇവൻ കട്ടു തിന്നു. എന്ത്? ഒരു സാധനം. അത്രേ ഉള്ളു. അത്രയല്ല, ഉള്ള നേരത്തെ കൈ പിടിച്ച് കൊടുത്തില്ലെങ്കിലേ പെശക. അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ വായിക്കുന്നത്? ജനറൽ നോളേജാ. അച്ഛൻ എന്താ ആലോചിക്കണത്? അംബികയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു. രമണൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചത്രേ. ജോലിക്ക് പോകാതെ പിന്നെ എങ്ങനെയാ ജീവിക്കുക? അവൻ രാജിക്കത്ത് കൊടുത്തിട്ടാ മംഗലാപുരത്ത് പോന്നിരിക്കുന്നത്. അവളെപ്പോഴാ അറിയുന്നത്? ജോലി ബുദ്ധിമുട്ടാണത്രേ. എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണെന്നാ പറയുന്നത്. അതിന് പണമുണ്ടോ? ആർക്കറിയാം. ഭാഗം പിരിയാത്തോണ്ട് തറവാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാ. എന്ന് വെച്ച് എത്ര കാലം ചേട്ടൻ്റെ പോയി കഴിയും? തറവാട്ടുകാരെ നോക്കി കൊടുത്തതാ. എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി ആയല്ലോ ദൈവമേ. അച്ഛൻ വിഷമിക്കാതിരിക്കണം. രമണേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും. പണിയെടുക്കാതെ 3 നേരവും വെട്ടി വിഴുങ്ങാന്ന്. ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തോട്. നാണമില്ലേ നിങ്ങൾക്ക്? എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി. എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നേ. ഏട്ടൻ അധ്വാനിക്കുന്നേ ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ? എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞണ്ണാൻ നിന്നാലേ ചിലപ്പോ പട്ടിണി ആയി പോകും. ഞാൻ പട്ടിണി കിടന്നോളാം. അല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതേ. എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്റെ അച്ഛൻ എന്നെ പൊന്നു പോലെ നോക്കിക്കോളും. നിന്റെ അച്ഛൻ അയക്ക് ജീവിക്കാൻ അറിയാൻ കൂടി. അയാളോടൊപ്പമുള്ള പോലീസുകാർ പണം വാരുക. വല്ലപ്പോഴും 10 ഉലുവ ചോദിച്ചാൽ തരാൻ ഇടയിലുണ്ടോ? നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നേ? 10 പവൻ. അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തല്ലാൻ. അതും വിറ്റ് തന്നില്ലേ? എന്താ ചങ്ങായിയെ കാണാൻ പോയതാ?
അതെ, കേശുവിനെ കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു നാരങ്ങാലോ എടുത്ത് ഉപ്പിട്ട്. ഐസില്ലേ? ഇല്ല. അച്ഛന്റെ ലൈൻ തന്നെ പഠിക്കല്ലേ? അതെന്താ? നിങ്ങള് പോലീസ് ചേർന്ന് നമ്മുടെ കേശവൻ കുട്ടി പറഞ്ഞു. അങ്ങനെ ഓടിച്ചെന്ന് ചേരാൻ പറ്റുമോ? അവര് സെലക്ട് ചെയ്താലേ കിട്ടൂ. നിങ്ങക്ക് കിട്ടൂന്നേ. മനസ്സ് നന്നായ എല്ലാം സേതു നന്നാവും. സേതു നിന്നെ എവിടെയൊക്കെ തിരക്കി? എപ്പോ വന്നു? 1 മണിക്കൂറായി. അന്തികെ വന്നിട്ടുണ്ട്. 1 മാസമായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ? ഇനി ഏതായാലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കാശ് ഞാൻ കൊടുക്കണോ? അത് വേണ്ട, കുഞ്ഞാലിക്ക് അതൊന്ന് കുറിച്ചേക്ക്. ഒന്നുകൂടെ എടുക്കാം. വേണം. വേണ്ട. വേണ്ട. സേതുവിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ വന്ന് കേറി ഉടനെ തിരക്കിറങ്ങിയത്. വരണ വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച്. എത്രയായാലും സേതുവിന്റെ പെങ്ങടെ കെട്ടിയവനല്ലേ ഞാൻ. ആ ഒരു ബഹുമാനം വേണ്ടേ? സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും. എന്ത് ലൂട്ടി? ദേ ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഈ രമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് കരുതിയതാ. പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല. സ്നേഹമുള്ളവനാ രമണൻ. അതെനിക്ക് അറിഞ്ഞൂടെ? ഓ, നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ. ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. ജോലി വേണ്ടെന്ന് വെച്ചത് എന്തേ? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നതോ വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയൂ? നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി വേണം. SSLCക്ക് തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ? എന്തേ? വല്ല കളക്ടർമാരുടെയോ ആ. ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നല്ലോ. കൃഷ്ണേട്ടോ, ഒരു സന്തോഷ വർത്താനമുണ്ട്. എന്താ? ഇന്നാളെന്നെ കുറ്റപ്പെടുത്തിയില്ലേ ആ, ഞാൻ കാണിക്കുന്ന മണ്ടത്തരാന്നും പറഞ്ഞ്? ഇപ്പതേ സേതുവിന് ഇന്റർവ്യൂവിനുള്ള കള്ളാസ് വന്നിരിക്കുന്നു. അതാണോ കാര്യം? എന്താ കൃഷ്ണേട്ടൊരു സന്തോഷമില്ലാത്ത? എന്റെ അച്ചു, നിന്നെക്കാൾ മുമ്പ് ഞാൻ അറിഞ്ഞു വിവരം. ദേവി ഉച്ചയ്ക്ക് മുമ്പേ അറിഞ്ഞു. ഇവിടെ അതിന്റെ ആഘോഷവും കഴിഞ്ഞു. അത് ശരി. ദേവി നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തരാൻ പറ ഭാരതിയോട്. ഇപ്പൊ ഞാൻ പുറത്തായി. ആ തെമ്മാടി ഉണ്ടോ ഇവിടെ? എത്ര നേരമായി? പോകാം. ഈ സേതുവേട്ടന്റെ കൂടെ തൊഴാൻ വന്ന ഒന്നിനും സമ്മതിക്കില്ല. എപ്പോഴും ധൃതിയാ. പിന്നെന്തിനാ പോകുന്നത്? ഇത്ര മാത്രം എന്താ പറയാനുള്ളത്? ഇഷ്ടമുള്ളത് എന്തൊക്കെയാ പറഞ്ഞത്? കൊറേ പിറുപിറുക്കുന്ന കണ്ടു. മന്ത്രം ചൊല്ലിയതാ. ദേ, തോന്നി മന്ത്രമൊന്നും ചൊല്ലാൻ പാടില്ല കേട്ടോ. പറ, എന്തൊക്കെയായിരുന്നു പെറ്റീഷൻസ്? ഇന്റർവ്യൂ എളുപ്പമാവണേ, വൈകാതെ സെലക്ഷൻ ലിസ്റ്റ് വരണേ, പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ പിച്ചും മാന്തവും ചെയ്യാണ്ട് എന്നെ അങ്ങ് കൊണ്ടുപോണേ. അത് ഞാൻ തന്നെ വിചാരിക്കണം. ട്രെയിനിങ് കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണം. 9 മാസം 10 ദിവസം കഴിയുമ്പോ ഒരു കുട്ടി ചെയ്തു. അതത്ര പെട്ടെന്നൊന്നും വേണ്ട. ആ ഒരു കാര്യത്തിൽ കാലതാമസം പാടില്ല. അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ചെയ്തു, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ചെയ്തു. അങ്ങനെ 100 വർഷം കഴിയുമ്പം ഒരു കൗരവ പട. $300 മതിയാവില്ലല്ലേ? ധാരാളമായി. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എല്ലാം നല്ലോണം നോക്കിയിട്ടില്ലേ? അക്കാര്യത്തെ അച്ഛൻ പേടിക്കണ്ട. ഈ ശരീരം വെച്ചുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് 4th റാങ്ക് വാങ്ങിയില്ല ഞാൻ. ഇതിന് നമ്പർ 1 ആയില്ലെങ്കിലും നമ്പർ 2 എങ്കിലും നമ്പർ 2 എന്ന് വെച്ചാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്പർ 2 കക്കൂസി പോടോ. പോടാ അവിടെ. നിനക്ക് വീട്ടിലങ്ങനെ ഇരിക്കാൻ പാടില്ലേ? ഇന്നലെ പിന്നാലെ വന്നത്? ഞാൻ സേതുവിനെ യാത്രയാക്കാൻ. അച്ഛാവന്റെ ഒരേ ഒരു അളിയനില്ലേ ഞാൻ? അല്ല, അച്ഛൻ വരണമെന്നില്ല, ഞാൻ പൊയ്ക്കോളാം. ഇതോ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? വേണ്ട അച്ഛാ. ഇതോ വെച്ചോ. എന്നാ പൊയ്ക്കോ, സമയം കളയണ്ട. ശരി. ഇത് നിന്റെ തന്ത സമ്പാദിച്ച മുതലൊന്നുമല്ല. വണ്ടി ഇവിടെ ഇടാൻ പാടില്ല സാർ. നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈ കടയിൽ വരണമെങ്കിൽ പിന്നെ തന്റെ നെഞ്ചത്തുണ്ടോ വണ്ടി? താനെന്തിനായി പോലീസ് സ്റ്റേഷനെ പിടിച്ച് തള്ളിയത്? എന്റെ അനുവാദം കൂടാതെ എന്റെ വണ്ടിയുടെ ഹോൺ അടിച്ചേനാ. ആ, വണ്ടി എടുത്ത് മാറ്റ. എനിക്ക് ഈ കടയിലാ പോകേണ്ടത്. വണ്ടി എടുത്ത് മാറ്റാ റാസ്കൽ. മാറ്റാൻ മനസ്സിലെങ്കിലോ? എടോ, രാജു, വിട് എന്നെ. സാരമില്ല, വിടാൻ. നടക്കട്ടെ, നമുക്ക് ഇനി വന്നേന്ന്.
സാറേ ഇത് നമ്മുടെ MLA യുടെ മോനെ രാജു. MLA യുടെ മോനായാലും എന്താ പ്രത്യേക നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ സ്റ്റേഷൻ വരാൻ പറ, അപ്പൊ കൊടുത്തുവിടാൻ വണ്ടി. താൻ ചെയ്ത് ഇത്തിരി കടന്ന കൈയായി പോയി. പോലീസ് കോൺസ്റ്റബിളിനെ പിടിച്ച് തള്ളിയതോ സാറേ? MLA യുടെ മോനായോണ്ട് നിയമവും മര്യാദയൊന്നും വേണ്ടെന്നാണോ? താൻ എന്നെ കൊണ്ട് പുലിവാല് പിടിപ്പിക്കും. 6 മാസം കൂടെ ഉള്ളു, അതിനുമ്പ് തൊപ്പി തെപ്പിക്കോ താൻ. സാർ ഇങ്ങനെ പേടിച്ച എങ്ങനെയാ? തനിക്കത് പറയാം. ഒറ്റ രാത്രി കൊണ്ടൊരു മന്ത്രിസഭ വിളിച്ചാണ് അയാള്. പിന്നെ ആ ഒരു പോലീസ് സ്റ്റേഷൻ. ഹലോ, അതെ അതെ സാർ, SI ആണ് സാർ. സാർ ഒരബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിരപരാധിയാണ് സാർ. അതെ സാർ, ഹെഡ് കോൺസ്റ്റബിൾ നമ്പർ 2624 അച്യുതൻ നായർ. സാർ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അയാളൊരു പാവമാണ് സാർ. 2 തവണ ഗുഡ് സർവീസ് സെന്റർ വാങ്ങിയ ആളാണ്. അതെ സാർ, ഞാൻ പറയാം സാർ. താങ്ക് യു സാർ. രക്ഷപ്പെട്ടു താൻ. വേഗം കാർ MLA യുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ചെറുക്കനോട് മാപ്പ് പറ. ഞാനോ? പിന്നെ ആരാ? സമയം കളയാതെ വേഗം ചെല്ല്. എന്റെ പട്ടി പോവും. 25 വർഷമായി സാറേ കാക്കിടാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഈ കുപ്പായത്തോട് ബഹുമാനമുണ്ട്. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇത് അഴിച്ചു വെക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. നന്നായിട്ട് തൂമ്പ എടുത്ത് കളിക്കാൻ അറിയാം സാറേ. നിന്റെ അച്ഛൻ കാണിച്ച മണ്ടത്തരം. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആന മണ്ടത്തരം. ആ ചെക്കന്റെ അടുത്ത് നിന്ന് മാപ്പൊന്നു പറഞ്ഞാൽ എന്താ തേഞ്ഞു പോകും. ആരുടെ മുമ്പിൽ തല കുനിക്കാൻ എന്റെ അച്ഛൻ ശീലിച്ചിട്ടില്ല. ശീലിക്കണ്ട, അനുഭവിച്ചോ. ഇനി എന്ത് അനുഭവിക്കാൻ രമണ? കൂടി വന്നാൽ ഈ ജോലി അങ്ങ് പോവായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കഴിയാൻ എനിക്കും എന്റെ മക്കൾക്കും അറിയാം. കൃഷ്ണേട്ടാ, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകും. വാശി ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പോലീസ് ഡ്രൈവർ ആ വണ്ടി അവിടെ വീട്ടിലെത്തിച്ചത്. വാശിയായിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കണമെന്നില്ല. കേസാക്കിയനെ. ഞാനൊന്ന് പോയി സംസാരിച്ചാലോ? പറഞ്ഞു തീരുന്നെങ്കിൽ തീരട്ടെ. എന്താ? ഞാൻ ആദ്യമേ പറഞ്ഞതാ ചേട്ടാ. അങ്ങനെ സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ ചെറുക്കന്റെ കാല് പിടിക്കണം, അത്രേ ഉള്ളൂ. അതിന് അച്ഛൻ നായർ മരിച്ച് വേറെ ജനിക്കണം. മണി 9 കഴിഞ്ഞു. നേരം തെറ്റിയ അപ്പ വയറ് വെറുക്കും ഗ്യാസ്. എന്റെ വീട്ടിൽ വെച്ച് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ 8 മണിക്ക് അത്താഴം കഴിക്കും. സത്യം. ചോറ് കൊടുക്കണേ അവർക്കൊക്കെ. ലത എവിടെ? അവൾ അകത്തുണ്ട്. ഇതറിഞ്ഞ പിന്നെ പിള്ളേർ രണ്ടും ആകെ വിഷമിച്ചിരിക്കുക. ആ, നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? ഒന്നും കാര്യമാക്കണ്ട. നിങ്ങളുടെയൊക്കെ മുഖം വാടിയിരിക്കുന്ന കാണുമ്പോഴേ അച്ഛന് വിഷമമുള്ളൂ. ആ MLA നാറി പറ്റിച്ചളഞ്ഞല്ലോ സാറേ. മെസ്സേജ് രാവിലെ എത്തി. തല വെട്ടാനൊന്നും അല്ലല്ലോ ഓർഡർ. ട്രാൻസ്ഫറോ അല്ലെങ്കിൽ സസ്പെൻഷനോ? ട്രാൻസ്ഫർ ആർഡർ കൊണ്ട് മെസ്സഞ്ചർ വരികയാ ചെയ്തത്. ആ, ഏത് ദുനിയാവിലേക്കെങ്കിലും ആയിക്കട്ടെ. എവിടെയായാലും നമ്മൾ ജോലി ചെയ്യണം. ഈ സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ഞാനങ്ങ് ശബ്ദമൊന്നും എടുത്തിട്ടില്ല. പിള്ളേരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇന്നെ എനിക്കൊന്നും നോക്കാനില്ലടോ. ഗുഡ് മോർണിംഗ് സാർ. ഇപ്പൊ തന്നെ റിലീവ് ചെയ്യാം അല്ലേ സാറേ? വിത്തിൻ 24 hours ജോയിൻ ചെയ്യണമെന്നാണ് ഓർഡർ. എന്തിനാ 24 മണിക്കൂർ? ഈ പറയുന്ന സ്ഥലം അമേരിക്ക ഒന്നും അല്ലല്ലോ. ഒരു വഴിയുണ്ട് അച്ഛനാരെ. താനൊരു മെഡിക്കൽ ലീവിങ് എഴുതാ. ഇന്നലത്തെ ഡേറ്റ് ഇട്ട് ഒരാഴ്ച സമയം കിട്ടിയ നമുക്ക് ആരെങ്കിലും കൊണ്ടൊന്ന് പറയിപ്പിക്കുവോ? MLA തന്നെ നേരിട്ട് കണ്ട് പറയോ? എന്തെങ്കിലും ചെയ്യാം. സാറാ റിലീവിങ് ഓർഡർ എഴുതാ. വിത്തിൻ 6 hours ഞാൻ ജോയിൻ ചെയ്യാം. രാമപുരം, നിങ്ങൾക്കറിയില്ല ആ സ്ഥലം. ഇത്രയും ക്രിമിനൽസും കേസും ഉള്ള ഒരു സ്റ്റേഷൻ. ASI എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടെ ആയിരുന്നു. വെള്ളം കുടിച്ചു എന്റെ അച്ഛൻ നേരെ. താൻ വെറുതെ അങ്ങോട്ടൊന്നും പോണ്ട. അവിടെയുള്ള പോലീസുകാരൻ നമ്മളെ പോലെ അല്ലേ സാറേ? അതല്ല ആരെങ്കിലും തല്ലി കൊല്ലുന്ന അങ്ങോട്ട് കൊല്ലട്ടെ. ആക്കിയിട്ടുകൊണ്ട് ചാകാവല്ലോ. തലയിരിക്കുമ്പോ വാലാടണ്ട. ഫോൺ എടുക്കാൻ ഞാനിവിടെ ജീവനോട് ഇരിപ്പുണ്ട് കേട്ടോ. ഹലോ ഹലോ. ആ അതെ. ആരും മരിച്ചില്ലല്ലോ? അത് ശരി. നിങ്ങളുടെ പേരെന്താ?
ഹലോ ഹലോ സ്വന്തം പേര് പറയാൻ പേടി ഇവനൊക്കെ പിന്നെ എന്താ വിളിച്ചു പറയാൻ നിൽക്കുന്നത്? എന്താ? ചന്തയിൽ അടി നടക്കുന്നെന്ന്. അതിന് പോലീസ് എന്ത് ചെയ്യും? തല്ലാണല്ലോ, തല്ലി തന്നെ തീരണം. ഏത് ഗ്രൂപ്പാ? ഏത് കീരിയോ പാമ്പോ ആർക്കറിയാം. ഒരുത്തരെങ്കിലും ചത്തങ്ങി അത്രയും ശല്യം തീർന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, ചത്താൽ 5 മണിക്ക് മുമ്പായിട്ട് ആസ്പത്രിയിൽ എത്തിച്ചേക്കണം. അല്ലാതെ രാത്രി ശവത്തിന് കാവലിക്കാൻ എന്നെ കിട്ടൂല. കാവലെന്ന് പറഞ്ഞ് താൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നത് എനിക്ക് അറിഞ്ഞൂടെ? നമസ്കാരം സാർ. എന്ത് വേണം? പണിഷ്മെന്റ് ആണല്ലേ? അതെ. എസ് ഐ അദ്ദേഹം സ്ഥലത്തില്ലേ? എസ് ഐ അദ്ദേഹം തന്നെ വേണമെന്നുണ്ടോ? ജോയിൻ ചെയ്താ പോരെ? അതിന് എസ് ഐ അദ്ദേഹം മതി. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എസ് ഐ ആശുപത്രിയില്ല. എന്തു പറ്റി? ആരോ തല്ലിയതാ. ഇരുട്ടടിയാ. രാത്രി ഒറ്റയ്ക്ക് മോട്ടോർ സൈക്കിളിൽ പോയതാ. പേടിക്കൊന്നും വേണ്ട. തഞ്ചത്തിൽ നിന്നാ ഒരു കുഴപ്പമില്ല. കീരിക്കാടൻ ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാവകാശം എല്ലാവരും പരിചയപ്പെടാം. ജോയിന് റിപ്പോർട്ട് എഴുതി തന്നിട്ട് ഒപ്പിട്ടോ. അമിതേ, ആ റേഷൻ കൂട്ടെടുത്തേ. ജോസിന്റെ പടമൊട്ടിക്കാൻ സമ്മതിക്കില്ല. മൂപ്പര് നേരിട്ടൊന്ന് കീറിക്കളിയും. 2-3 കൊലക്കേസിൽ ശിക്ഷിച്ചിട്ടുള്ളതാ. നല്ല കാശുകാരും അന്തസ്സുള്ള കുടുംബക്കാരുമാ.